അങ്ങനെയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വരുമ്പോ പറയാണ്, ദഖൽതു അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യംശി അലാ അർബഇൻ. അല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരുമ്പോ തങ്ങൾ 4 കാലിൽ നടക്കുകയാണ്. പറഞ്ഞ മുട്ടുകുത്തി ഇങ്ങനെ നടക്കുകയാണ്. വഅലാ ദുഹരിഹി, അവിടുത്തെ പുറത്ത് കയറിയിരിക്കുന്നുണ്ട് അൽ ഹസൻ വൽ ഹുസൈൻ, അവിടുത്തെ പുന്നാര മകളുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. എന്താണ് പുറത്ത് കയറിയിരിക്കുക? നബിതങ്ങൾ 4 കാലിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിഅമൽ ജമലു ജമലുകുമാ, നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകമാണ്, ഞാൻ നിങ്ങൾക്ക് ഒട്ടകമാണ്. വ നിഅമൽ അദ്ലാനി അൻതുമാ, ആ ഒട്ടകത്തെ നയിക്കാനുള്ള എത്ര നല്ല ഒട്ടക സവാരിക്കാരാണ് നിങ്ങൾ രണ്ടുപേരും എന്നിങ്ങനെ പറഞ്ഞ് നിഅമൽ ജമലു ജമലുകുമാ വ നിഅമൽ അദ്ലാനി അൻതുമാ, ഇതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മുട്ടുകുത്തി കളിക്കുകയാണ് കുട്ടികളോടൊപ്പം. ആര്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7 വയസ്സ് വരെ നിങ്ങൾ കൂടെ കളിച്ചോളൂ. കാരണം അവർക്ക് സ്നേഹം കിട്ടേണ്ട സമയമാണ്, നല്ല സ്നേഹവും അടുപ്പവും കിട്ടേണ്ട നേരമാണ്. നിങ്ങൾ അവർക്ക് കൂട്ടുകാരനാവണം 7 വയസ്സ് വരെ. 7 മുതൽ 14 വയസ്സ് വരെയുള്ള അടുത്ത 7 നിങ്ങൾ അവർക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. 7 കഴിഞ്ഞാൽ പിന്നെ അരുതും അരുതാത്തതും അവർക്ക് പറഞ്ഞു കൊടുക്കണം. യാ അല്ലാഹ്, അടുത്ത 7 അച്ചടക്കം പഠിപ്പിക്കേണ്ട 7 14 വയസ്സ് വരെ. 14 മുതൽ 21 വരെയുള്ള സമയം കുട്ടികളെ വീക്ഷിക്കേണ്ട നേരമാണ്. അവരുടെ കൂട്ടുകാരാരാണ്, എങ്ങോട്ടാണ് മക്കൾ പോകുന്നത്, അവരെവിടെയാണ് ചെന്നെത്തുന്നത്, എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത്. 14 മുതൽ 21 വരെയുള്ള 7 കൊല്ലം മക്കളെ വീക്ഷിക്കേണ്ട കാലമാണ്. ശരിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല, പക്ഷെ ദൂരെ നിന്ന് വീക്ഷിക്കണം, അവരുടെ നീക്കുപോക്കുകൾ മനസ്സിലാക്കണം. യാ അല്ലാഹ്, പിന്നെ ആ കയറവന്റെ കഴുത്തിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി, പിന്നെ അവൻ നന്നായിക്കോളും. ഇത് മഹാന്മാരൊക്കെ പറയുന്നൊരു വാക്കാണ്. യാ അല്ലാഹ്, ആ 7 വയസ്സ് വരെ നല്ല കളിക്കൂട്ടുകാരനാണ് വാപ്പയും ഉമ്മയും, അല്ലേ? 7 മുതൽ അടുത്ത 7 വരെ 14 വയസ്സ് വരെ അദബ് പഠിപ്പിക്കേണ്ട നേരമാണ്, അല്ലെ? അടിക്കേണ്ടതിന് അടിക്കണം, ശാസിക്കേണ്ടതിന് ശാസിക്കണം, അല്ലെ? അവർക്ക് റിവാർഡ് കൊടുക്കേണ്ട വിഷയത്തിന് റിവാർഡ് കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ പിന്നെയുള്ള 7 വർഷം അവരെ വീക്ഷിക്കേണ്ട നേരമാണ്. പിന്നെ അവർ അച്ചടക്കം പഠിപ്പിച്ചാൽ കിട്ടൂല. 14 കഴിഞ്ഞാൽ പിന്നെ അവരെ കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് വീക്ഷിക്കാൻ 14 വരെ നിങ്ങളുടെ കൺട്രോളിലാണ്, പിന്നെ നിങ്ങൾ വീക്ഷിച്ചേക്കണം. ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തി ഇങ്ങനെ ലെവലാക്കി കൊണ്ടുവരാൻ. 21 വയസ്സായാൽ പിന്നെ അവരുടെ പാട്ടിനെ അവരെ വിട്ടോളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വളർത്തിയ മക്കൾ പഴച്ചു പോകില്ല എന്നാണ് അതിനർത്ഥം. സുബ്ഹാനല്ലാഹ്, 7-ന്റെ കണക്കുണ്ട്. അങ്ങനെ ആദ്യത്തെ 7 കൂടെ കളിക്കാനുള്ള 7, രണ്ടാമത്തെ 7 അച്ചടക്കം പഠിപ്പിക്കാനാണ്, മൂന്നാമത്തെ 7 മുറാഖബ, അവരെ വീക്ഷിച്ച് അവർക്ക് തിരുത്തി കൊടുക്കേണ്ട നേരമാണ്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പോലെ ആയിക്കോളിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളെപ്പൊരു കുട്ടികളി അത് വെച്ചു, വലിയവരുടെ കൂടെ കുട്ടികളെ കളിക്കരുത്, ഇതാണ് പ്രശ്നം. നേരെ മറിച്ചാണ്. കുട്ടികളുടെ കൂടെ നല്ല കുട്ടിയായിട്ട് തന്നെ കളിച്ചേക്കണം. ആർക്കെങ്കിലും മക്കളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ഈ വാപ്പ ഒരു സ്വബിയായിക്കോട്ടെ, ഒരു കുട്ടിയായി കളിച്ചോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരമായ ഇതൊക്കെ അല്ലാഹുവിന്റെ ദീനല്ലേ നമുക്ക് പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ലിയസ്തഇദിൻകും, നിങ്ങളോട് സമ്മതം ചോദിക്കണം. അല്ലദീന മലക്കത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവർ. ഈ ഹുലും എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ? ശറയിൽ അതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഇഹ്തിലാം ലിദ്ദക്കർ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇഹ്തിലാം എന്ന് പറഞ്ഞാൽ സ്വപ്നസ്ഖലനം എന്നാണ്. പെൺകുട്ടിക്കാണെങ്കിലോ അൽ ഹൈദ്, അവരുടെ മെൻസ്ട്രേഷൻ പീരീഡ് ആരംഭിക്കുന്നത് വരെ അവർ കുട്ടികളാണ്. അതായിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ നേരിട്ട് അവരെ ബന്ധിക്കുന്ന സമയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇസ്ലാമിന്റെ കണക്കിൽ പ്രായപൂർത്തി എത്തുന്നത് തന്നെ പോലോത്ത
തന്റെ ഒരു പിൻഗാമിയെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ പിൻഗാമിക്ക് ജന്മം കൊടുക്കാൻ ഉള്ള ഒരു പക്വതയിലേക്ക് ഒരു മനുഷ്യൻ എത്തിയാൽ അവൻ പ്രായപൂർത്തിയെത്തി എന്നാണ് അല്ലെ. സ്വപ്നസ്ഖലനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ ഒരു വിവാഹം ചെയ്താൽ അവന് കുട്ടി ജനിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. ശാരീരികമായ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെന്തായി? ഇസ്ലാമിന്റെ കണക്കിൽ ബലഗുൽ ഹുലുമ, പ്രായപൂർത്തിയെത്തി എന്ന് പറയും. വയസ്സിന്റെ കണക്കിൽ വ്യത്യാസങ്ങളുണ്ട്. 15 വയസ്സാണെന്നും 13 അല്ല 17 18 പറഞ്ഞ ആലിമികളുണ്ട്. പക്ഷെ അതിൽ മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്ന 15 വയസ്സ് പ്രായം എന്നാണ്. അതിന്റെയൊക്കെ നേരത്തെ ആയിന്ന് വരും. ആ പ്രായം എത്തുന്നത് വരെ അവർക്കുള്ള നിയമമാണ് അല്ലാഹു തആല പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് ലിയസ്തഅദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും 3 മർറാത്ത്, 3 പ്രാവശ്യം സമ്മതം ചോദിച്ചേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. 1 മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീന തമഊന സിയാബകും, 2 മിൻ അദ്ദഹീറ, 3 വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ 3 ഔറാത്തിൽ ലക്കും. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പും ളുഹർ നിസ്കാരത്തിന്റെ ശേഷവും ഇശാ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹു തആല പേരെടുത്ത് പറഞ്ഞു ഔറത്തുൻ, ഇത് ഔറത്താണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ മറക്കപ്പെടേണ്ട സാധനമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വകാര്യതകളാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ ഒരാൾ തന്റെ ഭാര്യയോടൊപ്പം കഴിയുന്ന നേരമാണത്. സുബഹിന്റെ മുമ്പ് ഉറങ്ങുന്ന സമയമാണ്. വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടാവില്ലേ? ആ നേരത്ത് കുട്ടികളെങ്ങാനും വന്നാൽ ഔറത്ത് കാണുന്ന ഒരവസ്ഥയിലേക്ക് സംഗതികൾ എത്തും. അതുണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ കുട്ടികൾ ഔറത്തിന്റെ ഒരു അവസ്ഥയും അറിയരുത് എന്ന് അല്ലാഹു തആലക്ക് നിഷ്കർഷതയുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ മക്കളൊക്കെ ടിവികളിലോ പരസ്യങ്ങളിലോ ഒക്കെ കാണുന്ന ചില മലീമസമായ ചിത്രങ്ങൾ. പരസ്യം പറയായിരിക്കും, മുട്ടുസൂചിക്ക് പരസ്യം പറയാനും വേണം, പെണ്ണ് വസ്ത്രമില്ലാതെ എന്നാലേ പരസ്യത്തിനാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മക്കൾ കാണുമ്പോ ഒരു റോങ് മെന്റൽ പിക്ചർ അവരുടെ തലയിലേക്ക് പോവുകയാണ്. അവർക്കത് പ്രയോഗിക്കാൻ സമയമായിട്ടില്ല. അതൊരു സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ അവസരം ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. കാണാൻ അവസരം ഉണ്ടാവരുത്. യാ അല്ലാഹ്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? മഹാന്മാരായ സ്വഹാബത്തൊക്കെ പറയാണ്, അവര് ഭാര്യയുടെ കൂടെ കഴിയുമ്പോ ചെറിയ റദീയ, പകല് സമയം മുലകുടിപ്രായമുള്ള കൊച്ചുകുട്ടി അടുത്തുണ്ട്. മുലകുടിക്കുന്ന കുട്ടിയാണ്, 1 വയസ്സിലൊക്കെ താഴെ എന്ന് വിചാരിച്ചോളൂ. 1-1.5 വയസ്സിൽ താഴെ, അല്ലെങ്കിൽ 6 മാസം പ്രായമായ കുഞ്ഞാണ്. കൊച്ചു കുഞ്ഞരികത്തുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിനെ ഒന്ന് മാറ്റിക്കിടത്തിയിട്ടേ, മറ്റൊരിടത്ത് കാണാത്തിടത്ത് കുഞ്ഞിനെ വെച്ചിട്ട് ഭാര്യയുമായി അവർക്ക് ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ അവർ ചെയ്യുമായിരുന്നുള്ളൂ. അവർ പറയില്ല, അത് ചെറിയ കുട്ടിയല്ലേ, കുട്ടിക്ക് എന്തറിയാം എന്ന് സ്വഹാബത്ത് ചിന്തിച്ചിരുന്നില്ല. അവര് ആ കുട്ടി കാണാത്തിടത്തേക്കാണ് പെരുമാറുക. സുബ്ഹാനല്ലാഹ്. ഇത് കുട്ടിയല്ലേ, കുട്ടിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയരുത്. കുട്ടി അറിയുന്നുണ്ട്, കുട്ടി കേൾക്കുന്നുണ്ട്. കുട്ടിയുടെ കണ്ണിൽ കിട്ടുന്ന ചിത്രങ്ങൾ കുട്ടി അതിന്റെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി കേൾക്കുന്ന വാക്കുകളാണ് പിന്നെ സെന്റൻസുകളായിട്ട് നിങ്ങൾ പഠിപ്പിക്കാത്ത സെന്റൻസ് കുട്ടി സംസാരിക്കുമ്പോ പറയാ. കുട്ടി പറയുന്ന വാക്കുകൾ നമ്മൾ എഴുതി കൊടുത്ത സെന്റൻസ് ആണോ? അല്ല, ഓരോരോ വാക്കുകൾ കുട്ടി കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഒരു ആശയം അവതരിപ്പിക്കേണ്ടി വരുമ്പോ വാക്കുകൾക്ക് യോജിപ്പിച്ച് കുട്ടി അങ്ങ് പറയുന്നത് തുടങ്ങുകയാണ്. അതിന്റെ അർത്ഥം എന്താ? പറയുന്ന ഓരോ വാക്കും അല്ലാഹു തആല ഈ ബ്രെയിനിന് കൊടുത്ത കപ്പാസിറ്റി അങ്ങനെയാ. അതില്ലെങ്കിൽ ഒരു കുഞ്ഞിന് സംസാരിക്കാൻ കഴിയില്ല. അപ്പോ കുട്ടി കാണുന്നത് ശ്രദ്ധിക്കണം, കുട്ടി കേൾക്കുന്നത് ശ്രദ്ധിക്കണം. ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, മുഅ്മിനീങ്ങളോട് പറയാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇത് മനസ്സിലാക്കണം. അല്ലാഹു തആല പഠിപ്പിക്കാൻ, അച്ചടക്കമുള്ള ഒരു സമൂഹം വരുന്നത് അച്ചടക്കമുള്ള വീട്ടിൽ. സുബ്ഹാനല്ലാഹ്. ആ വീട്ടിൽ മറയൊന്നുമില്ല. പിന്നെ അവർക്ക് മറയെപ്പറ്റി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കത് മനസ്സിലാവില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഫജ്റിന്റെ മുമ്പ്, പിന്നെ ഉച്ചക്ക് നിങ്ങൾ വസ്ത്രം അഴിച്ചു മാറ്റുന്ന നേരത്തും. വസ്ത്രം അഴിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടിലാകുമ്പോ നല്ല ചൂട്, ഒരു ഭൂമിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എയർ കണ്ടീഷൻ ഇല്ലാത്തൊരു സമയം ആലോചിച്ച് നോക്കി.
സുബ്ഹാനല്ലാഹ്. ആ ഒരു ചൂടുനേരത്ത് വസ്ത്രങ്ങൾക്കൊന്ന് കനം കുറഞ്ഞ വസ്ത്രം ധരിച്ച് വിശ്രമിക്കാനിരിക്കുന്ന നേരമാണ്. ആ നേരത്തും നിങ്ങളുടെ റൂമിലേക്ക് വരുമ്പോ കൊച്ചുമക്കളോട് നിങ്ങൾ സമ്മതം ചോദിക്കാൻ പറയണം. അങ്ങനെ നിയമമുണ്ടായത് സമ്മതം ചോദിക്കാതെ കടന്നു വരുന്നൊരവസ്ഥ ഉള്ള വീടുകളായപ്പോഴാണ്. ഡോറുകളില്ലായിരുന്നു. സ്വഹാബത്തിന്റെ അവസ്ഥകളിൽ അന്ന് ചെറിയ കർട്ടനുകൾ, തുണിയുടെ മറയേ ഉള്ളൂ. അതങ്ങ് നീക്കിയാൽ അടുത്ത റൂമായി. അങ്ങനെ കഴിയുന്ന കാലത്ത് അവർ സമ്മതം ചോദിച്ചിട്ടേ വരാവൂ. കാരണം ലോക്ക് ചെയ്യാൻ സന്ദർഭമല്ല. അപ്പൊ ഈ ഇന്നത്തെ കോൺടെക്സ്റ്റ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നിങ്ങളങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ റൂം ലോക്ക് ചെയ്തോ, റൂം ശരിക്കും നീ ലോക്ക് ചെയ്തോ, ഒന്നും ഉണ്ടായിട്ടല്ല. നിങ്ങളോ ഭാര്യയോ സമീപിക്കും, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന നേരാവണമെന്നൊന്നുമില്ല. നിങ്ങൾ കിടന്നുറങ്ങല്ലേ, വസ്ത്രം നീങ്ങില്ലേ ശരീരത്തിൽ നിന്ന്. അത് കുട്ടികൾ കാണാൻ ഇടവരണ്ട. ഡോർ അടക്കാൻ പറ്റുന്ന ഡോർ അടക്കണം, ലോക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്ക് ചെയ്തോ, മക്കൾ മുട്ടുമ്പോ തുറന്നു കൊടുത്താൽ മതി. അങ്ങനെയൊന്നും ഡോറ് തുറക്കാനോ അടക്കാനൊന്നും പറ്റാത്തോ തുറന്നു കിടക്കുന്ന റൂമുകളാണ്. അവിടെ ചെറിയ കർട്ടനുകളെ ഉള്ളൂ. അവർക്ക് ഈ നിയമം നിർബന്ധമായി പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. അതാണ്. അപ്പോ ഇന്ന് ഇതിന്റെ പ്രാക്ടിക്കലായി നമ്മൾ ചിന്തിക്കുമ്പോ നല്ല സീക്രസി വീട്ടിൽ കീപ്പ് ചെയ്യണം എന്നർത്ഥം. മക്കൾക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, ഔറത്ത് കാണരുത്. അതാണ്.